മ്യാൻമറിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും ഭൂചലനമുണ്ടായി. ആദ്യം ദൃശ്യങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മെറിൻ, 7.7 തീവ്രത എന്നാൽ വലിയ ഭൂചലനമാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ഈ ഘട്ടത്തിൽ? റിജിത്ത്, അതിശക്തമായ ഭൂചലനമാണ് ഇപ്പോൾ മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രാദേശിക സമയം 12:50 ഈ ഭൂചലനം ഉണ്ടായത്. അതിനുശേഷം ശക്തമായ തുടർചലനങ്ങൾ ഉണ്ടായതെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് അനുസരിച്ച് മ്യാൻമാറിന് 20 കിലോമീറ്റർ മാറിയുള്ള സൈഗാങ് എന്ന നഗരമാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കെട്ടിടത്തിന് പുറത്തേക്ക് എല്ലാം ജനങ്ങൾ പരിഭ്രാന്തരായി പുറത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുടർചലനങ്ങൾ തായ്ലൻഡിലും അതുപോലെ തന്നെ ബാങ്കോക്കിലും എല്ലാം ഉണ്ടായതാണ് വിവരം. ചൈനയുടെ ചില ഭാഗങ്ങളിലും ഈ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായാണ് വിവരം. ഇപ്പോൾ മ്യാൻമറിലെ പ്രസിദ്ധമായിട്ടുള്ള സാങ്യാങ് പാലം തകർന്നുവെന്നും നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇതനുസരിച്ച് ഇപ്പോൾ മ്യാൻമാർ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർന്നിട്ടുണ്ട്. മെട്രോ സർവീസുകളും അതുപോലെ തന്നെ ട്രെയിൻ സർവീസുകളെല്ലാം തന്നെ ഇപ്പോൾ അടിയന്തരമായി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഒരു ഭൂചലനം തന്നെയാണ് ഇപ്പോൾ മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രകമ്പനങ്ങൾ ബാങ്കോക്കിലും അതുപോലെ തന്നെ ചൈനയിലും ദൃശ്യങ്ങൾ വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഈ വലിയ കെട്ടിടങ്ങളൊക്കെ, ബഹുനില കെട്ടിടങ്ങളൊക്കെ നിലംപതിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. നാശനഷ്ടം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം സംബന്ധിച്ചും വരും റിജിത്ത്, രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാരണം കൂറ്റൻ കെട്ടിടങ്ങളാണ് ഇപ്പോൾ നിലം പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉറപ്പായും ഉണ്ടാകും. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ വേഗത്തിലാക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കും ഇപ്പോൾ മ്യാൻമാർ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാജ്യത്ത് എന്തായാലും ഒരു അടിയന്തര സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും മ്യാൻമാറിൽ ഇപ്പോൾ അതിശക്തമായ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നു. നാശനഷ്ടങ്ങളുടെ തീവ്രത കണക്കാക്കി വരുന്നതേ ഉള്ളൂ. ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. റിജിത്ത്, മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ നൽകുന്നത്. മ്യാൻമറിലാണ് വലിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വലിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. വലിയ കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകളൊക്കെ നിലംപതിക്കുന്നു. ആളുകൾ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അടിയന്തര വളരെ വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തന നടപടികൾ ഏകോപിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നു. മെറിൻ മേരി ചാക്കോ അതിന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. റിക്ടർ സ്കെയിൽ 7.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തായ്ലാൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും ഭൂചലനം ഉണ്ടായിട്ടുണ്ട്.